ഞാൻ പലരോടും ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് മറ്റുള്ളവർക്ക് അത് ഒരു കഥ മാത്രമാണ്. ഓക്കെ, നമ്മൾ ജീവിച്ചു തീർത്തത് ഒவ்வொരു സെക്കൻഡും എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കല്ലേ അറിയുള്ളൂ. അത് ഒരു 10 മിനിറ്റ് കൊണ്ടോ 5 മിനിറ്റ് കൊണ്ടോ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ഡിവോഴ്സിന് ശേഷമാണ് എന്തോ അവരത് കമന്റ് ചെയ്തത്. കല്യാണം കഴിച്ചപ്പോൾ തന്നെ എനിക്ക് അറിയാമായിരുന്നു ഇത് അധികം നാളും ഈ റിലേഷൻ പോവില്ല, ഇവർ ഉടനെ തന്നെ വേർപിരിയുമെന്ന് എനിക്കറിയാം. ആരാന്ന് എനിക്കറിയില്ല, ബട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം. അത് ഓരോരുത്തരുടെ ഒപ്പീനിയൻ അല്ലേ ചേച്ചി, അതിന് എനിക്ക് അവരെ തെറ്റ് പറയാൻ പറ്റും. മേഘനയുടെ ഒരു ക്യാരക്ടർ എങ്ങനെ? ക്ഷമാശീലം നല്ല ഉള്ള ഒരു കുട്ടിയാണോ? ക്ഷമാശീലം ഭയങ്കരമായിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. ഇപ്പുറത്തടിച്ചു കഴിഞ്ഞാല് അങ്ങനത്തെ ടൈപ്പ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനല്ല. റിപ്പീറ്റഡ് മിസ്റ്റേക്ക് ആണെങ്കിൽ പറഞ്ഞു നോക്കും. പിന്നെ ഇത് പറയണ പോലെ ചൊല്ലിക്കൊട് തല്ലിക്കൊട് തള്ളിക്കള, ചൊല്ലിക്കൊട് തല്ലിക്കൊട് തല്ലിക്കൊട് തള്ളിക്കള. എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. എന്റെ കണ്ണ് ബ്ലിങ്ക് ആവില്ല. ആ പെർട്ടിക്കുലർ സീരിയലില് കണ്ണ് കുറച്ചും കൂടെ ബൾജായിട്ടിരിക്കും. ഇങ്ങനെയായിരുന്നു ഞാൻ ഫുൾ ടൈം ഇങ്ങനെ 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 ബ്ലിങ്ക് ആവില്ല കണ്ണ്. എല്ലാവരെയും പോലെ എല്ലാ പെൺകുട്ടികളും പോലെ അല്ലേ ചേച്ചി നമുക്ക് കല്യാണം, മാരേജ് ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് എന്നെ പോലെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല സിംഗിൾ പാരന്റ് ആണ്. അപ്പൊ നമുക്ക് ഒരു ഫാമിലിയിലേക്ക് പോവാ, ആ ഒരു ലൈഫ് എന്നുള്ളത് ഭയങ്കര ഒരു സ്വപ്നമായിരുന്നു. ഹാർവിയോറ ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. നമസ്കാരം. മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ബി വിത്ത് രമ്യയിൽ ഇന്ന് എന്നോടൊപ്പം ഉള്ളത് വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു ഗേൾ ആണ്. ഒരു ഇപ്പൊ ലേഡി തന്നെ പറയണം അല്ലേ, ഗേൾ ഒക്കെ മാറി ലേഡി തന്നെയാണ്. മാത്രമല്ല ഈ കുട്ടിയുടെ സംസാരം കേൾക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. വീഡിയോസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര അധികം വൈറൽ ആവുന്ന ഒരാളാണ്. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമുള്ള നല്ല എന്താ പറയാ ശുദ്ധ മനസ്സുള്ള ഒരാൾ തന്നെയാണ് മേഘ്ന വിൻസെന്റ്. അതെ, വന്നോളൂ. ഹായ് മേഘ്ന, സുഖായിട്ടിരിക്കുന്നോ? എപ്പോഴും ഏത് ഇന്റർവ്യൂല് കണ്ടാലും എപ്പോഴും വളരെ ഈസി ആയിട്ട്, വളരെ ചിരിച്ച്, വളരെ എന്ത് പൊട്ടത്തരങ്ങളൊക്കെ ഉള്ള ഇന്റർവ്യൂവും ഒക്കെ വൈറലായപ്പോഴും അതിനൊക്കെ എത്ര കൂളായിട്ടാണ് മേഘ്ന ഹാൻഡിൽ ചെയ്തത്. പിന്നീട് അങ്ങോട്ടുള്ള ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. പക്ഷെ മേഘ്ന ഒന്നിലും ഒരു ഇതല്ലാതെ അത് ആക്സെപ്റ്റ് ചെയ്യായിരുന്നു. ഓക്കെ, അത് എനിക്ക് പറ്റിപ്പോയി, ശരിയാണ്, എന്റെ അറിവില്ലായ്മയുടെ ഒരു പുറത്ത് വന്നതാണ്, അത് എന്റെ ഒരു ഇതാണ്. അങ്ങനെയൊക്കെ അതിനെ വളരെ പോസിറ്റീവായിട്ടാണ് മേഘ്ന കണ്ടത്. ആ ഒരു ഫാക്ട് സൈഡ് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ റിയലൈസ് ചെയ്തു എന്തുകൊണ്ടായിരിക്കും മേഘ്ന എന്നുള്ള ഒരാൾ അന്ന് അങ്ങനെ പറഞ്ഞത്. അപ്പൊ അതൊക്കെ റിയലൈസ് ചെയ്തിട്ട് വളരെ എങ്ങനെ ഇത്ര നല്ലൊരു പോസിറ്റിവിറ്റി ആയിട്ടുള്ള ഒരാളായിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റണേ? എനിക്ക് ഞാൻ നടുക്ക് ചിരിച്ചത് വേറൊന്നുമല്ല കേട്ടോ. പറഞ്ഞില്ല, ഞാൻ കൂളായിട്ട് എടുത്തു. ഒരിക്കലും കൂളായിട്ടില്ല. അതെ, തുടക്കത്തിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ചേരം സംസാരിച്ച് കഴിയുമ്പത്തിന് ഇങ്ങനെ ക്യാമറ ഒക്കെ ഇരിക്കണായിരുന്നു, ഞാൻ മറന്നു. പിന്നെ നമ്മള് വീട്ടിലിരുന്ന് സംസാരിക്കില്ലേ, എല്ലാവർക്കും അറിയാൻ പറ്റുള്ളൂ. ഇതില് വരുന്നു പോണ കുറച്ച് അബദ്ധങ്ങളാ. നമ്മളിങ്ങനെ വീട്ടിലിരുന്ന് സംസാരിക്കുമ്പോ എപ്പോഴും അമ്മമ്മയുടെ അടുത്ത് ചോദിക്കട്ടെ, വീട്ടില് ഫുൾ ടൈം മണ്ടത്തരങ്ങളാണോ? എനിക്കിങ്ങനെ ഇടക്കിടക്ക് വരാറുണ്ട്. ആണോ മണ്ടത്തരങ്ങൾ? മണ്ടത്തരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഇടയ്ക്ക് വെള്ളി വീഴ അങ്ങനെയൊക്കെ പറയില്ലേ. ഇന്നത്തെ വെള്ളി എന്തായിരുന്നു? ഇന്നെന്തെങ്കിലും വെള്ളി പറഞ്ഞോ? വീണില്ല, ഇതുവരെ സംസാരിക്കുന്നില്ല. അപ്പൊ ഇന്നലത്തെ വെള്ളിയോ? ലേറ്റസ്റ്റ് വെള്ളി എന്തെങ്കിലും തിരിഞ്ഞു പോകും പറയുമ്പോ, അല്ലെങ്കിൽ ഇപ്പോ ഞാൻ റോഡിൽ കൂടെ പോകണോ, റോഡിൽ കൂടെ പോകുമ്പോ വഴിയൊക്കെ മാറിപ്പോ അമ്മ എന്റെ അടുത്ത് എപ്പോഴും ചോദിക്കും, വഴിയൊക്കെ തീരെ എനിക്ക് മൈൻഡിൽ നിൽക്കാത്ത ഒരാളാ. അങ്ങോട്ട് പോയാൽ തിരിച്ചു വരാൻ വഴി അറിയില്ല, തീരെ മൈൻഡിൽ നിൽക്കില്ല. ഗൂഗിൾ മാപ്പ് ഒക്കെ. അപ്പൊ അമ്മ ഇടയ്ക്ക് ചോദിക്കും വീട്ടിലെത്താനാകുമ്പോ ഇനി എങ്ങോട്ടാ പിങ്ങി പോണ്ടേന്ന്. അപ്പൊ ഞാൻ പയ്യെ വണ്ടി എങ്ങോട്ടാ എടുക്കണേന്നുള്ള ഡയറക്ഷൻ നോക്കിട്ട് അപ്പൊ ഇന്നും അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലേക്ക് എത്താൻ വഴി അറിയില്ല. വഴി അറിയത്തില്ല. എന്താണ് മേഘന, മോശല്ലേ? ഞാൻ ചോദിച്ചു മേഘനയുടെ വീട്
വീട്ടിലിരിക്കുന്ന കറക്റ്റ് സ്ഥലവും പേരൊക്കെ അറിയാലോ അല്ലേ? സ്ഥലപ്പേരൊക്കെ അറിയാം. ഭാഗ്യം. അത് നമുക്ക് ചോദിച്ച വീടെത്താൻ പറ്റും. ഓക്കെ, ശരി. അപ്പൊ ഈ വെള്ളികളൊക്കെ സ്ഥിരം പറയണത് അമ്മയുടെ അടുത്ത് തന്നെയായിരിക്കും. അമ്മയായിരിക്കും ഇതെല്ലാം കേൾക്കുന്നുണ്ടാവും ആദ്യം. എന്റെ അടുത്ത് സംസാരിക്കുമ്പോ സ്ഥിരം വീഴാറുണ്ട്. പിന്നെ ചില സമയത്തല്ല, മോസ്റ്റ്ലി 90% ഇപ്പൊ ഞാൻ കൂടെ അഭിനയിക്കുമ്പോഴും ചിലപ്പം കൂടെയുള്ള കോ ആർട്ടിസ്റ്റുകളൊക്കെ ചിരിച്ചിരിച്ചൊരു വഴിയാവും. ഈശ്വര, ഇന്ന് ഞാൻ കുറെ ചിരിക്കാനുള്ള അവസരം ഉണ്ടാക്കി തരണേ. അതാ ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഞാൻ മറന്നിട്ടില്ല ക്യാമറ ഉണ്ടെന്നുള്ള. ഞാനിങ്ങനെ പിടിച്ച് സംസാരിച്ചോണ്ടിരിക്കുക. എപ്പോഴാ കയ്യിന്ന് പോണെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ശരി. ഇനിയിപ്പൊ നമുക്ക് മുമ്പ് പറഞ്ഞ കാര്യത്തിലേക്ക് എത്താം. മേഘന പക്ഷെ ഞാൻ പിന്നീട് കണ്ട ആ ഇന്റർവ്യൂസിലെല്ലാം മേഘന എല്ലാം വളരെ ഈസി ആയിട്ടെല്ലാം ആക്സെപ്റ്റ് ചെയ്തിട്ട് വളരെ എന്താ പറയാ, മേഘനയുടെ ഓരോ ഉത്തരങ്ങൾക്കും ഭയങ്കര നല്ല സ്ട്രോങ് ആയിട്ടും ആ ഒരു അതൊക്കെ എങ്ങനെയാ പിന്നെ അത് എടുത്തതും? ഇപ്പൊ പറഞ്ഞു, ശരിയാണ്, പെട്ടെന്ന് നമ്മൾ വിചാരിക്കാതിരുന്ന സമയത്ത് ട്രോളിൽ വന്നു, കുറെ അങ്ങനെ ഒരു നെഗറ്റീവ് കമന്റ്സ് കുറെ ഫേസ് ചെയ്യുക ഒബ്വിയസ്ലി ആർക്കും ഉണ്ടാവുന്ന പോലെ കുറെ വിഷമങ്ങൾ ഒക്കെ ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ഡേ അതിനകത്തുനിന്ന് റിയലൈസ് ചെയ്തു, ഇനി ഞാൻ വിഷമിച്ചിട്ട് കാര്യമില്ല അല്ലേ? ആ ഒരു പോയിന്റിനെ കുറിച്ചൊന്ന് പറയോ, അതെങ്ങനെയായിരുന്നു? അതായത് നമ്മൾക്ക് വേറെ ഓപ്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ ഓടിയല്ലേ പറ്റുള്ളൂ. ഇപ്പൊ എന്താ പറയാ, ആ ഒരു ബാക്കപ്പ് തന്നത് മമ്മിയാ? അത് അമ്മയുടെ ഒരു ബാക്കപ്പ്. അമ്മ എപ്പോഴും ഒരു ബാക്ക് ബോൺ ആണ്. പക്ഷെ എന്തൊക്കെ നമുക്ക് ബാക്ക് ബോൺ ഉണ്ട് എന്ന് പറഞ്ഞാലും, ആരൊക്കെ നമ്മുടെ അടുത്ത് സമാധാനിപ്പിക്കാനും നമ്മളെ പാമ്പർ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞാലും, നമ്മൾക്ക് ഉള്ളില് ഒരാളുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അയാൾ ഓക്കെ ആയിരിക്കണം ആ ഒരു പറയുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ഒക്കെ. അതല്ലാതെ ആരെന്തൊക്കെ പറഞ്ഞാലും 24/7 ഇങ്ങനെ എപ്പോഴും പാമ്പർ ചെയ്യാനൊന്നും ആർക്കും പറ്റില്ല. തീർച്ചയായിട്ടും. അപ്പൊ ഡിസിഷൻ എടുക്കേണ്ടതും സ്വന്തമായിട്ട് തോന്നേണ്ടതും നമ്മൾ തന്നെയാണ്. പിന്നെ നമ്മൾക്ക് ഇങ്ങനെ വീണ് കിടക്കാനുള്ള ഒരു ഓപ്ഷൻ എല്ലാവർക്കും ഉണ്ടായിന്ന് വരില്ല ചേച്ചി. നമ്മൾക്ക് ഓടി തന്നെ ആവണം എന്നുള്ളൊരു സിറ്റുവേഷൻ പലർക്കും ഉണ്ടാവും. അപ്പൊ നമ്മളിങ്ങനെ കിടന്നിട്ട് കാര്യമില്ല. ഞാൻ എപ്പോഴും പറയണ പോലെ നമുക്ക് 2 ഓപ്ഷനാണ്. ഒന്നെങ്കിൽ നമുക്ക് അങ്ങനെ കിടക്കാം, അല്ലെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഡിപ്രഷൻ ആയിട്ട് അങ്ങനെ കിടക്കാം. അതല്ലെങ്കിൽ നമ്മൾക്ക് പല കാര്യത്തിലും എൻഗേജ് ചെയ്തിട്ട് നമുക്ക് മൂവ് ഫോർവേഡ് ചെയ്യാം. സോ ഞാൻ സെക്കൻഡ് ഓപ്ഷൻ ചൂസ് ചെയ്തു. അത് അങ്ങനെ മറ്റേ ഫസ്റ്റ് ഓപ്ഷനിൽ എത്ര ദിവസത്തോളം പോയിട്ടാണ് ഈ സെക്കൻഡിലേക്ക് എത്തിയത്? ഒരുപാട് സമയം എടുത്തു. ആക്ച്വലി ഭയങ്കര ഷോക്കായിരുന്നു. ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ കൂടെ പോയിട്ടൊക്കെ തന്നെയാണ്. എല്ലാവരെയും പോലെ അല്ലേ ഞാൻ. അപ്പൊ ഒരുപാട് കരഞ്ഞിട്ടുണ്ടാവണം ആ ഒരു ഡിപ്രഷൻ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ. ഒറ്റയ്ക്കിരുന്ന് ഡേയോ നൈറ്റോ അങ്ങനെ ഒന്നും ഇല്ലാണ്ട് ആ ഒരു ഫേസ് ആലോചിച്ചിട്ട് റിമെമ്പർ ഞാൻ ഇപ്പോഴും ഇപ്പൊ നമ്മുടെ ലൊക്കേഷനിൽ ഞാൻ ആ സമയത്ത് ഒരു തമിഴ് സീരിയലാണ് ചെയ്തുകൊണ്ടിരുന്നത്. സീരിയലില് നമ്മളിങ്ങനെ ഡയലോഗ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വഴിക്ക് തന്നെ ഞാനിങ്ങനെ പല പ്രാവശ്യം ഞാൻ വീണിട്ടുണ്ട്. ആണോ? അപ്പം കോൺഷ്യസ്ലിയോ അൺകോൺഷ്യസ്ലിയോ സാധനം സബ് കോൺഷ്യസ് മൈൻഡിൽ ഇങ്ങനെ കിടക്കാണ്. ആ മൈൻഡിൽ അത് നമ്മൾ അതിന്ന് പുറത്തേക്ക് വരാനായിട്ട് ഇത്തിരി ടഫാണ്. നമ്മൾ ഒരിക്കലും, അതായത് നമ്മൾ അങ്ങനെ ഒരു ഇപ്പൊ നമ്മൾ എല്ലാവരും കല്യാണം കഴിക്കുന്നത് ഇങ്ങനെ ആവുന്ന ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. പ്രത്യേകിച്ച് എന്നെ പോലത്തെ ഒരു കുട്ടീനെ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ ഭയങ്കര ഒരു ഹോംലി ആയിട്ടുള്ള ഒരു കുട്ടിയാ. എന്നെ വളർത്തിയത് അപ്പാപ്പനും അമ്മാമ്മയും. അപ്പൊ അവരുടെ കുറെ കാര്യങ്ങളും അവരുടെ ആ ചട്ടക്കൂടി കിടന്ന് വളർന്ന ഒരു കുട്ടിയാ ഞാൻ. ചിന്തിച്ചിട്ട് പോലും ഇല്ല ഇങ്ങനത്തെ ഒരു കാര്യമോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ലൈഫിൽ ഫേസ് ചെയ്യേണ്ടി വരും എന്നൊന്നും ചിന്തിച്ചിട്ടില്ല. അപ്പൊ അത് ഫേസ് ചെയ്യേണ്ടി വരുമ്പോ ഡെഫിനറ്റ്ലി അത് ഭയങ്കര ടഫായിരുന്നു. മീൻസ് അത് അമ്മയാണ് എന്റെ കൂടെ നിന്ന് ആ സ്റ്റേജ് ഫുള്ള് കണ്ടിട്ടുള്ളത്. ഈ അമ്മയുടെ ഞാൻ നേരത്തെ ഇന്റർവ്യൂ ഒക്കെ കണ്ടിട്ടുണ്ട്. ചെറുപ്പത്തിൽ വളർത്തിയത് ഫുൾ അമ്മാമ്മ അപ്പാപ്പ അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു. ഗ്രാൻഡ് പാരന്റ്സിന്റെ കൂടെ ആയിരുന്നു. അന്നേരം ഈ മമ്മി എവിടെയായിരുന്നു? ഞാൻ എപ്പോഴും സംശയം തോന്നിയിരുന്നു അമ്മയ്ക്ക്. അതായത് എനിക്ക് സിംഗിൾ പാരന്റ് ആണ്. അമ്മ മാത്രമേ ഉള്ളൂ. അപ്പൊ അതാ ഞാൻ പറഞ്ഞ, ചിലവർക്ക് വീണ് കിടക്കാനുള്ള ഓപ്ഷൻ ഇല്ല ചേച്ചി. അമ്മയ്ക്ക് എന്നെ വളർത്തണം എന്നുള്ള ഒരു വ്യൂ മാത്രം അമ്മയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അമ്മയ്ക്കും അമ്മയുടേതായിട്ടുള്ള കുറെ പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അമ്മ അതിനെ ഫൈറ്റ് ചെയ്തു. ഇപ്പൊ എന്താ പറയാ, തൂണുണ്ടെങ്കിലല്ലേ ചാരാൻ പറ്റൂ. സീരിയസ്ലി അതുപോലെയാണ്. അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ചാരാൻ പറ്റുള്ളൂ. അപ്പൊ അമ്മ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. അപ്പൊ വെരി സ്ട്രോങ്. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. അപ്പോ മേഘനയുടെ എനിക്ക് തോന്നുന്നു അതാണെങ്കിൽ ഒരു റോൾ മോഡൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അമ്മ തന്നെ ആവണം. അതെ, അമ്മേനെ ആർക്കും തകർക്കാൻ പറ്റില്ല, ഞാൻ എന്നെ ഒഴിച്ച്. വെരി ഗുഡ്. ടച്ച് വിടാതെ. അതുകൊണ്ട് അത് കണ്ട് വളർന്നൊരു കുട്ടിയാ ഞാൻ. സോ
ഓക്കെ. അങ്ങനെയാണെങ്കിൽ മേഘന ഇപ്പം തൊട്ട് മുന്നേ പറഞ്ഞൊരു കാര്യം, ഇത് വേറൊരു കാര്യം കൂടെ കണക്ട് ചെയ്ത് ചോദിക്കാം. മേഘന എപ്പോഴും എല്ലാ കാര്യത്തിലും സീരിയൽ ആണെങ്കിലും ആയിക്കോട്ടെ, അല്ലെങ്കിൽ നേരത്തെ ചെയ്ത അഡ്വർടൈസ്മെന്റ് ആയിക്കോട്ടെ, വർക്കിന്റെ കാര്യത്തിലോ എന്തിൽ പോയി കഴിഞ്ഞാലും എപ്പോഴും ദ ബെസ്റ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. എന്ത് ചൂസ് ചെയ്താലും മേഘനയുടെ ഓരോരുത്തരുടെ ഇഷ്ടം ഓരോന്നാണ്. പക്ഷെ മേഘനയുടെ ഇഷ്ടത്തിന് പറ്റിയ ഏറ്റവും ബെസ്റ്റ് എന്ന് മേഘനയ്ക്ക് തോന്നുന്നത് പോയിട്ട് എപ്പോഴും പിക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളെന്നാണ് എനിക്ക് മനസ്സിലായത്. പക്ഷെ നമ്മുടെ ലൈഫിൽ എവിടേക്കോ നമ്മൾ പിക്ക് ചെയ്യുമ്പോൾ ചില കാര്യങ്ങളിലെല്ലാം തെറ്റ് പറ്റിയേക്കാം. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? തെറ്റ് പറ്റിയേക്കാം നമ്മുടെ സെലക്ഷനില്, നമ്മുടെ തീരുമാനങ്ങളില്? ഇല്ല ചേച്ചി, നമ്മൾക്ക് ആ സമയത്ത് നമ്മൾക്ക് ദി ബെസ്റ്റ് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യാം. നമ്മൾക്ക് ഒന്നുമില്ല, നമ്മളുടെ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടിനെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും നമ്മൾക്ക് ഏറ്റവും ബെസ്റ്റ് അല്ല സെലക്ട് ചെയ്യാം. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾക്ക് സെലക്ട് ചെയ്യുമ്പോൾ അതിലും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കണം എന്ന് വിചാരിച്ചിട്ടല്ലേ നമ്മൾ സെലക്ട് ചെയ്യാം. അതൊരിക്കലും തെറ്റെന്ന് ഞാൻ പറയത്തില്ല. ഇപ്പൊ ഈ ഇരിക്കുന്ന മേഘ്ന എന്ന് പറയുന്നത് അതിൽ കൂടെ ഒക്കെ കടന്നു വന്ന ആ ഒരു അതെ, മേ ബി അങ്ങനെ ഒന്നും അറിയാണ്ട് നിന്നിരുന്നെങ്കിൽ ചിലപ്പോ അങ്ങനെ തന്നെ ഞാൻ പോയേനെ. അപ്പം എല്ലാം ഒന്നെങ്കിൽ ഒരു ലെസൺ ആയിരിക്കാം, അതല്ലെങ്കിൽ ഒരു മൊമെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മെമ്മറി ആയിരിക്കാം. എന്തുവാണെങ്കിലും അത് ലൈഫിന്റെ ഒരു പാർട്ടല്ലേ ചേച്ചി. അതിനെനിക്ക് മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഇതുപോലെ ഇപ്പം എന്തെങ്കിലും ഒരു നമ്മൾ ചെയ്തു പോയി കഴിഞ്ഞപ്പോൾ ബെസ്റ്റ് എന്ന് തന്നെ വിചാരിച്ച് നമ്മളത് സെലക്ട് ചെയ്തു. പക്ഷെ അത് നമ്മൾ പിന്നീടാണ് നമ്മൾ റിയലൈസ് ചെയ്യുക, അയ്യോ ഇതിവിടെ എൻ്റെ സെലക്ഷൻ തെറ്റിപ്പോയി, ഇത് എനിക്ക് ബെസ്റ്റ് ആയിരുന്നില്ല, ഞാൻ അവിടെ കുറച്ചും കൂടെ ആലോചിക്കേണ്ടിയിരുന്നു, ഒന്നും കൂടെ തിങ്ക് ചെയ്തിരുന്നെങ്കിൽ, ഈ ഒരു ഭാഗം ഞാൻ ചിന്തിച്ചില്ലല്ലോ. ഇങ്ങനെ പല ചോദ്യങ്ങൾ നമുക്ക് പിന്നീട് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അത് ആർക്കാണേലും അതെ. അപ്പൊ അങ്ങനത്തെ ഒരു ഇൻസിഡന്റോ, അങ്ങനത്തെ കുറച്ച് മറുചോദ്യങ്ങളോ, അല്ലെങ്കിൽ അവൾ അങ്ങനത്തെ ഒരു റിഗ്രറ്റ് ചെയ്യേണ്ട ഒരു മൊമെന്റോ, അങ്ങനെ എന്തെങ്കിലും ലൈഫിൽ നമ്മൾക്ക് എല്ലാം നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് ആവണമെന്നില്ല. ചില മിസ്റ്റേക്സ് നമ്മൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടാവാം. അത് തിരിഞ്ഞു നോക്കുമ്പോൾ ചിലപ്പോൾ മിസ്റ്റേക്ക് ആയി പോയിട്ടുണ്ടാവും. പക്ഷെ അത് റിഗ്രറ്റ് ചെയ്ത് ഞാൻ ഇരിക്കത്തില്ല. ഐ ട്രൈ ടു കറക്റ്റ് ഇറ്റ് മാക്സിമം. ഓക്കെ, ശരി. അപ്പൊ ഈ ഒരു പോയിന്റും കൂടെ ആയിട്ട് ഞാൻ വേറൊന്നും കൂടെ കണക്ട് ചെയ്തോട്ടെ. ഇപ്പം കുറച്ച് പക്വത എത്തിയ ഒരാളാണെന്ന് എല്ലായിടത്തും പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലും എപ്പോഴും എല്ലാം സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഡിവേഴ്സും കാര്യങ്ങളും എല്ലാം. ഇന്നിപ്പോ എനിക്ക് തന്നെ തോന്നുന്നില്ല നമുക്കിപ്പോ അത് സെറ്റ് ആവുന്നില്ലെങ്കിൽ എല്ലാവരും അത് ഒരുമിച്ച് ഒരേ റൂഫിനടിയിൽ പരസ്പരം വഴക്കിട്ട് നിൽക്കുന്നതിലും എത്രയോ നല്ലതാണ് നമ്മൾ സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നമ്മൾ പിരിയുന്നത്, അല്ലേ? സ്നേഹത്തോടെ പറഞ്ഞ് പിരിയുക. ആൻഡ് ഇറ്റ്സ് വെരി ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ പ്രത്യേകിച്ചും സെലിബ്രിറ്റീസ് ആകുമ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ പബ്ലിക് അതിനെ ഇട്ടിട്ട് കുറച്ച് ജാസ്തി അതിനെക്കുറിച്ച് പറയുമെന്നുള്ളത് മാത്രം. എന്നാലും ഞാൻ പേഴ്സണലി ചോദിക്കുന്ന ചോദ്യം ആയതുകൊണ്ട് വേറൊന്നും വിചാരിക്കരുത്. മേഘനയ്ക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ആൻസർ ചെയ്താൽ മതി. വേറെ ഇന്റർവ്യൂസിലൊന്നും കണ്ടിട്ടുമില്ല, അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഇങ്ങനെ ഒരു പേഴ്സൺ, ഇതൊക്കെ കുറേ കൂടെ പേഴ്സണൽ ആണ് ഉത്തരങ്ങൾ, ബട്ട് സ്റ്റിൽ ഇങ്ങനെ ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്ന പബ്ലിക്കിലേക്ക് വേണ്ടിയിട്ട് ഒന്ന് ഇതാക്കാനായിട്ട് എന്തുകൊണ്ടായിരിക്കാം ആ ഒരു തീരുമാനം വേണ്ടാന്ന് വെച്ചത്? കാരണം ഇതിനെപ്പറ്റി പാവം അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ഡിംപിളും ഒക്കെ ഒരുപാട് ഫേസ് ചെയ്യുന്നുണ്ട്, അല്ലേ? ചോദ്യങ്ങളും മറുചോദ്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പൊ അതിനൊക്കെ ഒരു ഇത് നിർത്താൻ വേണ്ടിയിട്ട് ആ ഒരു 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 ഡയലോഗ് പോലെ, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടോ എന്തെങ്കിലും മനസ്സിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ഇങ്ങനെ കമന്റ്സ് വരുന്നതിനെ പറ്റിയാ ഞാൻ ഒരിക്കലും റെസ്പോണ്ട് ചെയ്തിട്ടില്ല. അതാ ഞാൻ ചോദിക്കണം. ഇങ്ങനെ നമ്മൾ തെന്നിമാറി പോവാതെ, നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ അത് നിങ്ങൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ, അല്ലേ? മറ്റുള്ളവരുടെ അടുത്ത് പറയുമ്പോൾ എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഒരിക്കലും മേഘനയ്ക്ക് ശരിയായിരിക്കില്ല. പക്ഷെ നമ്മൾ എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള റീസൺസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ബീങ് എ സെലിബ്രിറ്റി, നിങ്ങളിങ്ങനെ ഒരുപാട് ഇങ്ങനെ ഓരോരോ ആൾക്കാരുടെ നിൽക്കുമ്പോൾ നമുക്കത് വാലിഡ് ആയിട്ടുള്ള ഒരു റീസൺ പറഞ്ഞ് നമുക്ക് എപ്പോഴും തെന്നി മാറുണ്ടല്ലോ. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു പറയുമ്പോൾ നമുക്കൊരു ഫുൾ സ്റ്റോപ്പ് ഇടാനായിട്ട് എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എന്തെങ്കിലും അങ്ങനെ പറയാൻ പറ്റുമെങ്കിൽ മാത്രം. ഞാൻ നിർബന്ധിക്കുന്നില്ല, ഇറ്റ്സ് ഓൾ അപ് ടു യു. ഞാൻ ഇതുവരെ റെസ്പോണ്ട് ചെയ്തിട്ടില്ല ചേച്ചി. എപ്പോഴും എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഇതുപോലെയുള്ള ഡിപ്രഷൻ ടൈമിലും ഇതുപോലെ ഞാൻ പറഞ്ഞ ഭയങ്കര ഷോക്കായിരുന്നു എന്നുള്ളത്. ആ സമയത്തായാലും ഞാൻ പലരോടും ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് മറ്റുള്ളവർക്ക് നമ്മൾക്കാണ് അത് ഫീലിങ്സ്, മറ്റുള്ളവർക്ക് അത് ഒരു കഥ മാത്രമാണ്. അതെ, ഓക്കെ. നമ്മൾ ജീവിച്ചു തീർത്തത് ഒவ்வொരു സെക്കൻഡും എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കല്ലേ അറിയുള്ളൂ. അത് ഒരു 10 മിനിറ്റ് കൊണ്ടോ 5 മിനിറ്റ് കൊണ്ടോ നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഇൻ കേസ് അത് എക്സ്പ്ലെയിൻ ചെയ്താൽ പോലും അതൊരു 10% പോലും അത് മനസ്സിലാവില്ല. ഞാൻ പറയുന്നത് എന്താന്ന് മനസ്സിലാവില്ല. ഓക്കെ, സോ ഐ ഡിസൈഡ് നോട്ട് ടു റെസ്പോണ്ട്. ഓക്കെ,
ഓക്കെ, ഇറ്റ്സ് ഓൾ യുവർ ഡിസിഷൻ ഫൈനലി അല്ലേ? ശരി, ഇപ്പോ കൂടെ നമ്മുടെ പോകുന്ന ഒരാള്, അത് മമ്മി ആയിക്കോട്ടെ, ഇപ്പൊ കൂടെ പോകുമ്പം അല്ലെങ്കിൽ മാത്രല്ല ചേച്ചി, ഇതിപ്പോ ഞാൻ ശരി ഞാൻ ശരി താൻ ശരി ഞാൻ ശരി, വാട്ട് ദ പോയിന്റ്? ഓക്കെ, നമ്മൾക്ക് എന്താണോ വിധിച്ചിട്ടുണ്ടായിരുന്നത്, ഇറ്റ്സ് ഓൾ ഹാപ്പൻഡ്. അതിനുശേഷം പിന്നെ ഞാൻ ശരി താൻ ശരി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതില് അതെ, അതെ, എപ്പോഴും എല്ലായിടത്തും അങ്ങനെയാണ്. ഇന്നിപ്പോ ഞാനും ഒരു ഭാര്യയാണ്, എനിക്കും അറിയാം. കാരണം എനിക്ക് ശരിയെന്നൊന്ന് തോന്നി ചിലപ്പോൾ നമ്മുടെ ഹസ്ബൻഡ് അന്നേരം അത് ശരിയായിരിക്കില്ല, നമ്മൾ തമ്മിൽ അങ്ങനെ ഇങ്ങോട്ട്. പക്ഷെ എല്ലാവരും അവസാനം ഇത് ഒട്ടും ചേരുന്നില്ല എന്ന് കാണുമ്പോഴാണല്ലോ അവരുടെ ഡിവോഴ്സിലേക്ക് പോണത്. പക്ഷെ നിങ്ങൾ ഒരുപാട് ഇത്തരത്തിലുള്ള ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ന്യൂസ് ഇനി സ്റ്റോപ്പ് ചെയ്തേക്കാം. ഇനി അതിന് വേണ്ടിയിട്ട് വേണ്ട ഒന്ന് പറയാൻ, അങ്ങനെ എന്തെങ്കിലും ഒരു മറുപടി പറയാൻ. ഞാൻ ഓപ്പൺ ചെയ്യത്തില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. മേ ബി എന്തെങ്കിലും ഒരു പോയിന്റ് വരുവാണെങ്കിൽ ഓപ്പൺ ചെയ്യാൻ എനിക്ക് അപ്പോൾ തോന്നുവാണെങ്കിൽ ഞാൻ മേ ബി ഓപ്പൺ ചെയ്തേക്കാം. യു മീൻ ദ സെയിം റിലേഷൻ? നോ നോ നോ, നോട്ട് അബൌട്ട് റിലേഷൻ. സോറി, അതില്ല, ഇതാ ഞാൻ പറഞ്ഞേ, ഞാൻ പറയുന്നത് ചിലപ്പോ മനസ്സിലാവണമെന്നില്ല. അതായത് ഓപ്പൺ ചെയ്തേക്കാന്ന് പറയുന്നത് ഇതിന്റെ റീസൺ എന്താന്ന് പറഞ്ഞേക്കാം. ചേച്ചി ചോദിച്ചില്ല എന്ത് പറ്റി എന്താണ്, അപ്പൊ എനിക്ക് ഇതുവരെ ഞാൻ പറയാൻ തോന്നുന്നില്ല. ഇതുവരെ ഞാൻ എടുത്തിട്ടുള്ളത് അതാണ്. മേ ബി ഫ്യൂച്ചറിൽ ഓപ്പൺ ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യുമായിരിക്കാം. ഞാൻ ചെയ്യത്തേ ഇല്ല എന്ന് പറഞ്ഞിട്ട് മേ ബി അങ്ങനെ. അതെ, മേഘ്നയുടെ മനസ്സ് എന്ത് പറയുന്നോ അതിന് തന്നെ മൂവ് ചെയ്താൽ മതി, അതവിടെ നിൽക്കട്ടെ. ഇനി പൊതുവെ മേഘ്നയുടെ ഒരു ക്യാരക്ടർ എങ്ങനെ? ക്ഷമാശീലം നല്ല ഉള്ള ഒരു കുട്ടിയാണോ? ക്ഷമാശീലം ഭയങ്കരമായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. ഇപ്പുറത്ത് അടിച്ചു കഴിഞ്ഞാല് അങ്ങനത്തെ ടൈപ്പ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനല്ല, മാറി. ഇപ്പൊ ഞാൻ പറയാനുള്ളത് മൂത്തൊക്കെ തന്നെ പറയും. ആണല്ലേ? അപ്പൊ നമ്മുടെ ഇവിടെ ഇരിക്കുന്നവരൊക്കെ ശ്രദ്ധിച്ചോളൂ, എല്ലാരും ശ്രദ്ധിച്ചിട്ടാണോ? അപ്പൊ കുറെ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പറയില്ലായിരിക്കാം, പക്ഷെ പയ്യെ ഞാൻ കാര്യം പറയും. ഉള്ളതുപോലെ മുഖത്ത് നോക്കി പറയും. ഇഷ്ടക്കേട് എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ അങ്ങനെ പറയണം കേട്ടോ നിങ്ങള്. എനിക്ക് എന്റെ പൊട്ടത്തരം എന്തായിരുന്നു അറിയോ? എനിക്ക് പറയണമെന്നുണ്ടാവേ, പക്ഷെ എനിക്ക് നമ്മൾ ആ സമയത്ത് ഹേർട്ട് ചെയ്തോണ്ടിരിക്കുവായിരിക്കും ഓപ്പോസിറ്റ് പേഴ്സൺ, അപ്പൊ പറയണമെന്നുണ്ടാവും. ഓക്കെ, പക്ഷെ ഞാൻ പറയാൻ എന്താന്നറിയോ, അവർക്കിനി വിഷമായാലോ അങ്ങനെ ഓർത്തിട്ട് പല സിറ്റുവേഷനും ഞാൻ പറയത്തില്ല. ഓക്കെ, പക്ഷെ ഇപ്പഴാണ് എനിക്ക് മനസ്സിലായത് അത് വേറെ ആരും ചിന്തിക്കുന്നില്ലല്ലോ എന്നുള്ളത്. അപ്പൊ ഇപ്പൊ ഞാൻ അങ്ങനെ പറയും. ഓക്കെ, അപ്പൊ അതിപ്പോ എങ്ങനെയാ ഇപ്പൊ നൈസായിട്ട് അതങ്ങ് പറഞ്ഞത് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എന്നോ അങ്ങനെ അങ്ങ് പറഞ്ഞങ്ങ് തീർക്കും? ഇപ്പോ എന്തെങ്കിലും ഇപ്പോ ഞാൻ പറഞ്ഞു തന്നെങ്കിൽ അയ്യോ അത് പറ്റത്തില്ല, അല്ലെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ചിലരോട് പൊറുക്കുമല്ലോ. ഇപ്പൊ നമ്മുടെ കൂടെയുള്ള സ്റ്റാഫോ അല്ലെങ്കിൽ നമ്മുടെ ആരോടോ ഫ്രണ്ടോ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഒരു കാര്യം ഒരു തവണ ചെയ്തു, അവർ മിസ്റ്റേക്ക് ചെയ്തു, നമ്മൾ പൊറുക്കും. വീണ്ടും അവരത് ചെയ്യും, നമ്മൾ വീണ്ടും ചിലപ്പോൾ ഒന്ന് പുറത്തുനിന്നിരിക്കും. പിന്നെയും റിപ്പീറ്റഡ്ലി ദ സെയിം തിങ് കാണുവാണെങ്കിൽ എത്രത്തോളം ഇറിറ്റേറ്റഡ് ആവും? റിപ്പീറ്റഡ് മിസ്റ്റേക്ക് എല്ലാവർക്കും ഇറിറ്റേറ്റഡ് ആവും. ആണോ? അതെ, അതെ, അത് എത്രത്തോളം അത് ഇത് ചെയ്യാൻ പറ്റും, ടോളറേറ്റ് ചെയ്യാൻ പറ്റും, എത്ര നാളത് സഹിക്കാൻ പറ്റും അങ്ങനെ വന്നാൽ? റിപ്പീറ്റഡ് മിസ്റ്റേക്ക് ആണെങ്കിൽ പറഞ്ഞു നോക്കും. പിന്നെ ഇത് പറയണ പോലെ ചൊല്ലിക്കൊട് തല്ലിക്കൊട് തള്ളിക്കള, ചൊല്ലിക്കൊട് തല്ലിക്കൊട് തല്ലിക്കൊട് തള്ളിക്കള തള്ളിക്കള. ഓക്കെ, ഓക്കെ. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ നിങ്ങളൊക്കെ ഇപ്പം സീരിയലിലൊക്കെ ഒരുപാട് ആൾക്കാർ ഫേസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മളെ അറിയാം എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന ആൾക്കാർ നമ്മൾ കാണുമ്പോൾ അവരും നമ്മളെക്കുറിച്ച് ഇങ്ങനെ ഇതായിട്ട് പറയുമോ, അല്ലെങ്കിൽ നമ്മളെ ഇതാക്കോ, നെഗറ്റീവായിട്ടുള്ള കമന്റിലേക്ക് അവർ ഇത് ചെയ്യോ, അല്ലെങ്കിൽ ഇപ്പം ഡിവോഴ്സ് ആകുമ്പോഴത്തേക്ക് ചില ആർട്ടിസ്റ്റുകൾ നിങ്ങളോടുള്ള അപ്രോച്ചോ ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും എന്തെങ്കിലും മനസ്സ് തളർത്തിയിട്ടുണ്ടോ? ഇല്ല, ഇല്ല, ഡെഫിനറ്റ്ലി ഇല്ല. അന്നേരത്തേക്ക് അപ്പോൾ എത്ര നാളെ ഇങ്ങനെ ഒരു ചേഞ്ച് മേഖലയിൽ വന്നിട്ട് ഇത്ര ബോൾഡ് ആയിട്ട് എത്ര നാളെ? ബിക്കോസ് എനിക്ക് ആരെന്ത് പറഞ്ഞാലും എനിക്ക് എഫക്റ്റ് ആവത്തില്ല. എന്താന്ന് വെച്ചാൽ എനിക്കറിയാം ഞാൻ എന്താന്നുള്ളത്. ഓക്കെ, സോ എന്ത് പറഞ്ഞാലും എനിക്ക് ഒരു പോയിന്റിന് ശേഷം ഫസ്റ്റ് ഒക്കെ ഭയങ്കര വിഷമം വരുമായിരുന്നു. ഞാൻ പറയുന്നത് ഇപ്പോഴൊന്നും അല്ല കേട്ടോ, പക്ഷെ ഇപ്പൊ എനിക്കതൊരു കോമഡി ആയിട്ട് മാറി, ചിരിക്കാൻ തുടങ്ങി. പിന്നെ ആ ഒരു ഇതായി. പിന്നെ ചില കാര്യങ്ങൾ അതൊന്നും എന്നെ എഫക്ട് ചെയ്യാറില്ല. പിന്നെ ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട്. അതേപോലെ തന്നെ ചില കാര്യങ്ങൾ നമുക്ക് ജന്മത്തെ ക്ഷമിക്കാൻ പറ്റത്തില്ല. ചേച്ചിക്ക് ഉണ്ടായിട്ടുണ്ടാവും. അതെ, അത് ആർക്കാണേലും അതെയല്ലോ. അതെ, നമ്മൾക്ക് ജന്മത്തെ ക്ഷമിക്കാൻ പറ്റില്ല, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ക്ഷമിക്കാൻ പറ്റത്തില്ല എന്ന് തന്നെ പറയും. അത് ക്ഷമിക്കാൻ പറ്റത്തില്ല. ക്ഷമിക്കാൻ പറ്റുന്നതാണെങ്കിൽ അതങ്ങ് ക്ഷമിച്ചു വിടും. പിന്നെ കമന്റ്സും കാര്യങ്ങളും ഇങ്ങനെ ആരെങ്കിലും പറയുവാണെങ്കിലും എടുക്കണമെങ്കിലും അതെന്നെ ഒരിക്കലും എഫക്ട് ചെയ്തിട്ടില്ല. ബിക്കോസ് ഐ നോ വാട്ട് ഐ ആം. അതെ, അതാ ഞാൻ ചോദിച്ചേ, ആ ഒരു ട്രാൻസിഷനിൽ വന്നിട്ട് ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ടാവും? നേരത്തെ മേഘന മമ്മി മമ്മി എന്ന് പറഞ്ഞ് കരയുമായിരുന്നു അല്ലേ? അതിൽ നിന്നും ഇന്നിപ്പോ പറയുന്ന പോലെ ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വുമൺ ആയിട്ട് എത്ര, അതാ ഞാൻ ചോദിക്കണേ. 4 years
ഇയേഴ്സ് അത്ര ആയിട്ടുള്ളൂ. ഹാർഡ്ലി അത്രേ ആയിട്ടുള്ളൂ. അതിന്റെ മെയിൻ റീസണും മേഘന തന്നെയാണ് അല്ലേ? അത് ഞാൻ വേറെ ആള് പറഞ്ഞല്ലോ, പറഞ്ഞു തന്നിട്ടാണോ? പറഞ്ഞു തന്നിട്ട് മാത്രം നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ചേച്ചി. ഇപ്പൊ ഐ സ്റ്റിൽ റിമെമ്പർ, അമ്മയാണ് എനിക്ക് നൈറ്റ് ഉറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. ഓക്കെ, ഇത്തരത്തിലുള്ള പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുമെന്ന് അറിയില്ല, ബട്ട് എന്റെ അമ്മയ്ക്ക് അറിയാം, അന്ന് എന്റെ കൂടെ വർക്ക് ചെയ്തവർക്ക് അറിയാം. എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. എന്റെ കണ്ണ് ബ്ലിങ്ക് ആവില്ല. ആ പെർട്ടിക്കുലർ സീരിയലില് കണ്ണ് കുറച്ചും കൂടെ ബൾജായിട്ടിരിക്കും. ഇങ്ങനെയായിരുന്നു ഞാൻ ഫുൾ ടൈം, ഇങ്ങനെ 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 ബ്ലിങ്ക് ആവില്ല കണ്ണ്. ഏത് സീരിയൽ ചെയ്യുന്ന സമയത്താ? തമിഴിലൊരു സീരിയലും അറ്റ് ദ സെയിം ടൈം ഞാൻ ജോലിയും ചെയ്യുന്നുണ്ടായിരുന്നു. ഐ മീൻ അവിടെ ഒരു റിയാലിറ്റി ഷോയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അമ്മയാണ് പറഞ്ഞത്, നിനക്ക് നൈറ്റ് ഉറക്കവും ഇല്ല എങ്കിൽ ഇത് ഈ റിയാലിറ്റി ഷോ എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോഴത്തേനും എടുക്കാൻ പറഞ്ഞത് അമ്മയാ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങുന്നതിന്റെ ആ പ്രശ്നം എനിക്ക് സോൾവ് ചെയ്യാം. കാരണം രാവിലെ 6:30 തൊട്ട് നൈറ്റ് ഒരു 9:30 വരെ സീരിയലിന്റെ ഷൂട്ട് ഉണ്ടാവും. എന്നിട്ട് വീണ്ടും റൂമിൽ പോയിട്ട് റിഫ്രഷ് ആയിട്ട് എഗെയിൻ 11:30 to 3 o'clock എനിക്ക് റിഹേഴ്സൽ ഉണ്ട്, ഡാൻസ് റിഹേഴ്സൽ. ജോഡി എന്നാണ് റിയാലിറ്റി ഷോയുടെ പേര്. സോ 2 സെലിബ്രിറ്റി ജോഡീസിന്റെ ഷോ ആണ്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് പ്രാക്ടീസ് സെക്ഷൻസും ഇത് സീരിയലും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ ഉറക്കം ഇല്ല എന്നുള്ളതിനെ ഞാൻ എൻഗേജ്ഡ് ആക്കി മാറ്റി അമ്മ. സോ അതുകൊണ്ട് എനിക്ക് ഉറക്കം ഇല്ല എന്നുള്ളത് ഞാൻ തന്നെ പയ്യെ മറന്നു. പക്ഷെ എത്ര ദിവസം നമ്മുടെ ബോഡി അതിനെ താങ്ങും ഇങ്ങനെ? അതാണ് ഞാൻ പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീഴുമായിരുന്നു എന്ന്. ആ ടൈമില് ഉറക്കം ഇല്ലാത്തതിനെക്കാട്ടും എനിക്ക് കൂടുതൽ പ്രശ്നം തോന്നിയത് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് കണ്ണിങ്ങനെ. ആ ഒരു ഷോക്ക്. അതുപോലെ തന്നെ കണ്ണിലൂടെ വരണല്ലോ ഒരു നടി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇമോഷൻ, നമ്മുടെ അഭിനയങ്ങളെ ഏറ്റവും കൂടുതൽ കണ്ണിലൂടെയാണല്ലോ നമ്മൾ എക്സ്പ്രസ് ചെയ്യണത്. അപ്പൊ അതിനും ബുദ്ധിമുട്ട് വന്നോ ഇതൊക്കെ? ഇല്ല, അതിന് അഭിനയിക്കാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചേച്ചി, നമ്മൾക്ക് അങ്ങനെ സങ്കടപ്പെട്ട് കിടക്കാനുള്ള ഓപ്ഷൻ എല്ലാവർക്കും ഇല്ല. ഐ ഹാവ് ടു മൂവ് ഓൺ. എനിക്ക് വർക്ക് ചെയ്തേ പറ്റൂ, എനിക്ക് കാശ് ഉണ്ടായേ പറ്റുള്ളൂ. കാരണം ആ സമയത്താണ് ഇപ്പൊ കേസ് ആയാലും കാര്യങ്ങളും വേണം, എല്ലാത്തിനും എനിക്ക് പൈസ വേണം. ഓക്കെ, അഡ്വക്കേറ്റ്സിനാണെങ്കിലും എല്ലാത്തിനും ഓരോ കാര്യങ്ങൾക്കും. അപ്പൊ എല്ലാത്തിനും എനിക്ക് എന്റെ അമ്മേനെ പോയിട്ട് എനിക്ക് ടോർച്ചർ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എന്റെ ലൈഫിലെ കാര്യം കൂടി ഇങ്ങനെ അമ്മേനെ കഷ്ടപ്പെടുത്തി അമ്മയുടെ ഇന്ന് വാങ്ങിക്കാനായിട്ട് എനിക്ക് തോന്നിയില്ല. സോ ഇതായിരുന്നു എന്റെ റൂം. ഓക്കെ. ഞാൻ നമ്മുടെ കൂടെ തന്നെ നിങ്ങളന്ന് കല്യാണം കഴിക്കുന്ന സമയത്തെ വളരെ പ്രശസ്തിയായിട്ടുള്ള വേറൊരു നടി പറഞ്ഞ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. അവർ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്നത്, മേഘ്ന ഇത് അറിഞ്ഞോന്ന് എനിക്കറിയില്ല, അവർ പറഞ്ഞിരിക്കുന്നത് ഈ കുട്ടി കല്യാണം ഈ കല്യാണം കഴിച്ചു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ ഡിവോഴ്സിന് ശേഷമാണ് എന്തോ അവരത് കമന്റ് ചെയ്തത്. കല്യാണം കഴിച്ചപ്പോൾ തന്നെ എനിക്ക് അറിയാമായിരുന്നു ഇത് അധികം നാളും ഈ റിലേഷൻ പോവില്ല, ഇവർ ഉടനെ തന്നെ വേർപിരിയുമെന്ന് എനിക്കറിയാം എന്ന്. അതൊക്കെ അത് മേഘന അറിഞ്ഞായിരുന്നോ? ഓക്കെ. ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സീരിയൽ അഭിനയിക്കുന്ന ഒരു നടി തന്നെ പറഞ്ഞ ഒരു ഇതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ കൂടെ പറയുമ്പോഴേ അവരൊക്കെ പറയാണ്, നേരത്തെ അവരൊക്കെ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു എന്നൊക്കെ പറയുമ്പോ ആരാന്ന് എനിക്ക് അറിയില്ല, ബട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം. അത് ഓരോരുത്തരുടെ ഒപ്പീനിയൻ അല്ലേ ചേച്ചി, അതിന് എനിക്ക് അവരെ തെറ്റു പറയാൻ പറ്റില്ല. ഇപ്പൊ ഒന്നുമില്ല, ഒരു ഡ്രസ്സ് എനിക്കിഷ്ടായി, പക്ഷെ അത് വേറെ എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല. അത് ഓരോരുത്തരുടെ ഒപ്പീനിയൻ അല്ലേ, അതിനിപ്പോ എന്ത് പറയാനാ. ശരി, അത് പോട്ടെ. നമുക്ക് ഈ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഇപ്പം എത്ര വർഷമായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുഞ്ഞുനാള് മുതല് അമ്മ ഇതിലുണ്ടോണ്ട് അന്ന് മുതല് അമ്മയുടെ കൂടെ ഒരു സീരിയലിന്റെ ഷൂട്ട്, അമ്മ ആ സമയത്ത് സീരിയൽ ചെയ്തോണ്ടിരിക്കുക, സീരിയലിന്റെ ഷൂട്ടിൽ ചുമ്മാ പോയതാ കൂടെ. അങ്ങനെ ഉണ്ടായ അങ്ങനെ വന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, അങ്ങനെ വന്നതാണ് ഒരു പോപ്പിക്കുരയുടെ ആഡ്. ആഡ് അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത 5ാമത്തെ വയസ്സിൽ. മേഘനേനെ ഇങ്ങനെ എല്ലാരും സ്നേഹിക്കുന്ന ഇത്രയും ലെവലിലേക്ക് എത്തിച്ച അമൃതയെ കുറിച്ച് പറയാം. അമൃത ഏകദേശം എത്രത്തോളം എപ്പിസോഡുകളാ ചെയ്തത് ചന്ദനമഴ അമൃതയായിട്ട്? ചന്ദനമഴ ഓൾമോസ്റ്റ് 1000 എപ്പിസോഡിന്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ചെയ്തതും ആ സീരിയൽ തന്നെയാണോ? ദിവസങ്ങൾ ഷൂട്ട് ചെയ്തതും? സത്യം പറഞ്ഞ ചന്ദനമഴ ചെയ്യുന്നതിന്റെ സമയത്ത് അതിന്റെ തന്നെ തമിഴും ചെയ്തോണ്ടിരിക്കുവായിരുന്നു. അതെ. അപ്പൊ 15 ദിവസം ഞാൻ ട്രിവാൻഡ്രത്ത് മലയാളത്തിൽ ചെയ്യും, അതിന്റെ തന്നെ തമിഴും സെയിം ക്യാരക്ടർ ചെയ്യും. തമിഴിൽ അതിന്റെ പേര് എങ്ങനെയാ? സീത. ചന്ദനമഴയ്ക്ക് പകരം ദൈവം തந்த വീട്. ദൈവം തந்த വീട്. ഇവിടെ അമൃത, അവിടെ സീത. അപ്പോ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 4.5 years ഞാൻ ആ ക്യാരക്ടറായിട്ട് തന്നെയാണ്. ഒരു 30 ദിവസം, ഒരു വർഷത്തിൽ ഒരു 365 ദിവസം ഉണ്ടെങ്കിൽ ഒരു 360 ദിവസവും ഞാൻ
സത്യം പറഞ്ഞു കഴിഞ്ഞാല് അമൃതയായിട്ട് ആ ഒരു ക്യാരക്ടറായിട്ട് ജീവിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഭയങ്കര അറ്റാച്ച്ഡ് ആ ക്യാരക്ടറിന്റെ അടുത്ത്. ഇപ്പോഴും അമൃതന്ന് ആരെങ്കിലും ദൂരേന്ന് വിളിച്ച് ഞാൻ തിരിഞ്ഞു നോക്കൂ. ആണല്ലേ? ഒരു 4-4.5 വർഷം ഞാൻ ആ പേര് തന്നെ കേട്ടി. ഇപ്പൊ പുറത്തു പോയി കഴിഞ്ഞാൽ ആരും ആ സമയത്ത് തന്നെ മേഘ്ന വിളിച്ചിട്ടേ ഇല്ല. എല്ലാവരും അമൃത 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 എന്നേ വിളിച്ചിട്ടുള്ളൂ. ഇപ്പോഴും അങ്ങനെ തന്നെയാ വിളിക്കുന്നത്. അപ്പൊ ഒബ്വിയസ്ലി നമ്മള് ആ പേര് കേൾക്കുമ്പോ ടക്കും അറിയാതെ തിരിഞ്ഞു പോകും. അതെ, ഒരു ഓട്ടോമാറ്റിക്കലി നമ്മൾ തിരിഞ്ഞു. എനിക്ക് തോന്നുന്നത് ആ ക്യാരക്ടർ ചെയ്യാനായിട്ട് ആദ്യം മേഘ്നെ അപ്രോച്ച് ചെയ്യുന്നതിന് മുമ്പേ ഫസ്റ്റ് ഒരു നമ്മൾ മരിച്ചുപോയ ശരണ്യ എന്ന് പറഞ്ഞൊരു അല്ലേ ശരണ്യനെ തന്നെയായിരുന്നു അത്. അതിനുശേഷം അത് മേഘനയിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു എന്ന് അറിയാമോ? ഏച്ചിയുടെ വീട്ടിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ആണോ? ഏച്ചിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഏച്ചിനെയും ഏച്ചിയുടെ ഫാമിലിനെയൊക്കെ എനിക്കറിയാം. നല്ലൊരു ഏച്ചിയാ. എന്താ പറയാ, ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏച്ചിയാണ്. ഏച്ചിക്ക് സുഖമില്ലാണ്ടായപ്പോഴാണ് ആ സമയത്ത് ഞാൻ കയൽ എന്ന് പറഞ്ഞൊരു മൂവി പ്രഭു സോളമൻ സാറിന്റെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അവിടെയാണ് ഇവര് വന്ന് ജയകുമാർ സാറ് വന്നിട്ട് ഇതുപോലെ കണ്ട് ഇതുപോലെ ഒരു സംഭവം എന്നോട് പറയുന്നതും അവിടെ നിന്ന് നേരെ ഞാൻ തമിഴിലേക്കാണ് ജോയിൻ ചെയ്യുന്നത്. ദൈവം തந்த വീട്. ഓ, ഫസ്റ്റ് അതാ ഷൂട്ട് ചെയ്തത്? അതെ. അപ്പൊ 60 എപ്പിസോഡ് അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതപ്പോ ആരെടുത്തത്? ശരണ്യ ചേച്ചിനെ വെച്ച് അത് തന്നെയായിരുന്നു എടുത്തത്. ഓക്കെ. അപ്പം അത് ചേച്ചിക്ക് വയ്യാണ്ടായപ്പോഴാണ്. അതെ അതെ. അപ്പം ആ സീരിയലില് സുധാചന്ദ്രൻ മാം അവിടെ ഒരു മെയിൻ ക്യാരക്ടർ, ഇവിടെ ഊർമിളാദേവി ചെയ്ത ക്യാരക്ടർ സുധാ മാം ആണ് ചെയ്തോണ്ടിരുന്നത്, സുധാചന്ദ്രൻ മാം. അപ്പൊ മാം ഇവിടെ മൺസ്റ്റാർസ് എന്ന് പറഞ്ഞൊരു റിയാലിറ്റി ഷോയില് ജഡ്ജായിരുന്നു. അതായത് നമ്മുടെ മലയാളത്തില് അവിടെ സുധാ മാം ചെയ്തത് നമ്മുടെ മലയാളത്തിൽ ചെയ്തത് രൂപശ്രീ അല്ലേ? അതെ. അപ്പൊ മദറിലൂടെ ക്യാരക്ടർ രൂപ ചേച്ചി. അപ്പോ സുധാ മാം ഇവിടെ ഒരു റിയാലിറ്റി ഷോന്റെ ജഡ്ജായിട്ട് ഇരിക്കുകയായിരുന്നു. ആ റിയാലിറ്റി ഷോയിൽ ഞാൻ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ സുധാ മാമിനെ എന്നെ കണ്ടപ്പോഴത്തേനും റിസംബ്ലൻസ് തോന്നി ശരണ്യ ചേച്ചിയുടെ. ഓക്കെ. അപ്പൊ അത് മാറ്റുവാണെങ്കിൽ ചേച്ചിക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ, ചേച്ചിക്ക് വയ്യാത്തത് കൊണ്ട്. അപ്പൊ അങ്ങനെ പകരം ഈ കുട്ടി ഉണ്ട് എന്ന് സുധാമ്മയാണ് ജയകുമാർ സാറിനോട് പറഞ്ഞത്. അങ്ങനെ ജയകുമാർ സാർ എന്നെ ഫിലിം ലൊക്കേഷനിൽ വന്ന് കാണായിരുന്നു. അപ്പൊ ഈ ശരണ്യായിട്ടുള്ള പരിചയം നേരത്തെ ഉണ്ടായിരുന്നോ അതോ ഇല്ല? ഇതുമായിട്ട് സംബന്ധിച്ച് എന്നിട്ടാണ് പരിചയപ്പെടുന്നത് അല്ലേ? ഞാൻ ഫസ്റ്റ് ചേച്ചിനെ കാണുന്ന ഇതിന്റെ പ്രൊമോയിലാണ്. ഇനി സീതയ്ക്ക് പകരം ഈ സീതയാണ്, നിങ്ങൾ സപ്പോർട്ട് കൊടുക്കണം എന്ന് ഞങ്ങളൊരു പ്രൊമോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ചേച്ചിനെ ഫസ്റ്റ് ആയിട്ട് കാണുന്നത്. ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ശരണ്യയുടെ ഏകദേശം ആ ഒരു വയ്യാണ്ട് കടന്ന ലാസ്റ്റ് സ്റ്റേജിലൊക്കെ കൂടെ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ പോയി കണ്ടിരുന്നോ? ആ സമയത്തല്ല ഞാൻ കണ്ടിരുന്നത്, അതിന് കുറച്ച് മുൻപാണ് ഏച്ചിനെ പോയി കണ്ടത്, സംസാരിച്ചതൊക്കെ. ഏച്ചിക്ക് ഒരുപാട് വയ്യാണ്ടായിട്ട് പിന്നെ ഞാൻ കാണാൻ പോയിട്ടില്ല. മനസ്സ് വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു ഇതായിരുന്നല്ലോ അതെല്ലാം. നമുക്ക് എല്ലാവർക്കും ശരിക്കും നമുക്കതും. ഞങ്ങൾ ഒന്നിച്ചൊരു റിയാലിറ്റി ഷോയും ചെയ്തിട്ടുണ്ട്, ഞാനും ശരണ്യേച്ചിയും കൂടെ ഒന്നിച്ചിട്ട് ഒരു റിയാലിറ്റി ഷോയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എന്ത് റിയാലിറ്റി ഷോ? ഇവിടെ മലയാളത്തിലൊരു ജോഡി എന്ന് പറഞ്ഞിട്ടൊരു റിയാലിറ്റി ഷോ. ഞങ്ങള് എന്താ പറയാ, രാവിലെ ആയിരിക്കും ഷൂട്ട്, നൈറ്റൊക്കെ ആകുമ്പോഴത്തേനും ഞങ്ങള് എല്ലാരും കൂടെ പുറത്തൊക്കെ പോയിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ നിങ്ങൾ തമ്മിൽ വളരെ അറ്റാച്ച്ഡ് ആയിരുന്നു. അപ്പം ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ വളരെ പെയിൻ ആയിരുന്നിരിക്കും അല്ലേ? ശരിക്കും എന്താ പറയാ, ഞങ്ങളൊക്കെ പുറമേ നിന്നുള്ള ആൾക്കാരാണ്, എന്നിട്ട് പോലും നമുക്ക് പരിചയമുള്ള ഒരു സെലിബ്രിറ്റിക്ക് ഇങ്ങനെ, സെലിബ്രിറ്റി ഒക്കെ പോട്ടെ, ഒരു വ്യക്തിക്ക് പിന്നീട് ഇങ്ങനെ സംഭവിക്കാന്ന് അറിഞ്ഞപ്പോഴത്തെ ആ ഫോട്ടോസും ഇതും ഒക്കെ കണ്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും എത്രത്തോളം പെയിൻ വന്നു. അത് കണ്ടപ്പോൾ എന്തൊരു വിഷമായി. അപ്പൊ ഇതുപോലെ ഇത്ര സമയം നിങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്തു, കളിച്ച് ചിരിച്ചു തമാശ പറഞ്ഞതെന്ന് പറയുമ്പോൾ ആ ഒരു പെയിൻ മേഘനയ്ക്കൊക്കെ എന്ത് ഡെപ്തിൽ വന്നിട്ടുണ്ടാവണം. ശരിക്കും ഭയങ്കര വിഷമം, എല്ലാരെയും പോലെ ഭയങ്കര വിഷമം. പിന്നെ ചില കാര്യത്തിൽ നമുക്ക് കൺട്രോൾ ഇല്ലല്ലോ, നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. അതെ, ശരിക്കും അല്ലേ? നമുക്കൊന്നും നമ്മുടെ കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ല. നമ്മള് ചുമ്മാ ജസ്റ്റ് ആ ഒരു ഫ്ലോവിന്റെ കൂടെ അങ്ങ് ഒഴുകി പോവാന്നല്ലാതെ നമ്മുടെ കയ്യിലൊന്നും ഇല്ലല്ലോ ചേച്ചി. മേഘന ആ ഒരു ലാസ്റ്റ് കുറച്ച് എപ്പിസോഡുകളിൽ നിന്ന് മാറിയത് എന്തിനായിരുന്നു? എന്താ അവിടെ സംഭവിച്ചത്? ഞാനത് മുൻപും പറഞ്ഞിട്ടുള്ളതായിരുന്നു, ക്ലാരിഫൈ ചെയ്തിട്ടുള്ളതാണ്, ഒന്നും കൂടെ പറയാം. ആക്ച്വലി കല്യാണമായിരുന്നു ആ സമയത്ത്. അപ്പൊ ആ സമയത്ത് എല്ലാവരെയും പോലെ, എല്ലാ പെൺകുട്ടികളും പോലെ അല്ലേ ചേച്ചി, നമുക്ക് കല്യാണം, മാരേജ് ലൈഫ്, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി എന്ന് പറയുമ്പോ, പ്രത്യേകിച്ച് എന്നെ പോലെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ സിംഗിൾ പാരന്റ് ആണ്. അപ്പൊ നമുക്ക് ഒരു ഫാമിലിയിലേക്ക് പോവാ, ആ ഒരു ലൈഫ് എന്നുള്ളത് ഭയങ്കര ഒരു സ്വപ്നമാണ് സത്യം പറഞ്ഞാല്. അപ്പം അങ്ങനെ ഒരു ലൈഫിലേക്ക് പോകുമ്പോ ഇത് വലിയ കാര്യമായിട്ട് തോന്നിയില്ല ആ ഒരു പ്രായത്തില്.
അപ്പോൾ എനിക്ക് ലീവിന്റെ കാര്യത്തിൽ പറഞ്ഞു. എനിക്ക് ഞാൻ കുറച്ച് ദിവസം കൂടുതൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താന്ന് വെച്ചാൽ ഞാൻ ഞാൻ സാറിനെ സത്യമായിട്ടും കുറ്റം പറയാലോ കേട്ടോ. എനിക്ക് സാറ് ഗോഡ് ഫാദർ ആണ് സത്യം പറഞ്ഞ. ഞാൻ ഇങ്ങനെ ഒരു മേഘ്ന ഉണ്ട് ഇത്രയും പേര് അറിഞ്ഞതും എല്ലാം അമൃതയിലൂടെയാണ്. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നത് എനിക്ക് ജയകുമാർ സാറാണ്. പിന്നെ സാർ തന്നെയാണ് എന്റെ കല്യാണത്തിന് വന്ന് ഗിഫ്റ്റ് ഒക്കെ തന്നതും എല്ലാം ഒരു ബ്ലെസ്സിങ്സ് തന്നതും ഒക്കെ സാർ ആ രീതിയിലൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ സാറ് എൻ്റെ ഇങ്ങനൊരു ഡിസിഷനിൽ ഫാമിലിന്ന് വന്നപ്പോൾ സാർ ഒരിക്കലും എൻ്റെ അടുത്ത് മറിച്ചൊരു വാക്ക് പോലും പറഞ്ഞിട്ടും ഇല്ല.